ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പത്രവാർത്താ തലക്കെട്ടുകളെക്കുറിച്ചുള്ള മാന്ത്രികന്റെ പ്രവചനം കൃകൃത്യം. മജീഷ്യൻ സുരേഷ് നാരായണനാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത്. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. മെയ് 30-നാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഫലവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസത്തെ പ്രധാന മലയാള പത്രങ്ങളിൽ വരാനിടയുള്ള തലക്കെട്ടുകൾ പ്രവചിച്ചത്. കവറിലാക്കിയ പ്രവചനക്കുറിപ്പ് പെട്ടിയിലിട്ട് പൂട്ടി ഇതിന്റെ താക്കോൽ പ്രസ് ഫോറം ഭാരവാഹികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച ഈ പെട്ടി തുറന്ന് കുറിപ്പ് നോക്കിയപ്പോഴാണ് മാന്ത്രികൻ എല്ലാ പ്രവചനങ്ങളും കൃത്യമാക്കി ആളുകളെ അമ്പരിപ്പിച്ചത്. അന്ന് പ്രവചനക്കുറിപ്പടങ്ങിയ പെട്ടി പൂട്ടി താക്കോൽ കൈമാറിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സിബി തോമസ് തന്നെയാണ് പെട്ടി തുറന്ന് പുറത്തെടുത്ത പ്രവചനക്കുറിപ്പ് വായിച്ചതും. പ്രവചനം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്താനായി 3 പത്രങ്ങളുടെ മുൻപേജുകളും തത്സമയം പ്രദർശിപ്പിച്ചു. സുരേഷ് നാരായണന്റെ ഇത്തരത്തിലുള്ള കഴിവിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ലെന്നും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകേണ്ട മാജിക്കാണിതെന്നും സിബി തോമസ് പറഞ്ഞു. ഇത്ര കൃത്യമായിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു പിടിയുമില്ല. ശരിക്കും അമ്പരപ്പിച്ചു. മാത്രമല്ല, ഇത് ഞാനീ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഡെയിലീസിനെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താമായിരുന്നു. കാരണം ഇത് കുറേ കൂടെ വൈഡായിട്ട് അറിയേണ്ടതാണ്, വേൾഡ് വൈഡ് അറിയേണ്ട ഒരു സംഭവമാണ്. ഓൺലൈനിലുള്ളതൊന്നും കുഴപ്പമില്ല, ഓൺലൈനിൽ അറിയാം. അതിനകത്ത് ഇംഗ്ലീഷ് റിപ്പോർട്ടും കൂടി വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ബാക്കിയുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളം അറിയുന്നവർ മാത്രമല്ല, ബാക്കിയുള്ളവരും കൂടി അറിയണം. കാരണം ഇങ്ങനെ ഒരു കലാകാരൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ലോകം അറിയണം. മൈൻഡ് ഗെയിമിലൂടെയാണ് താൻ ഇത്തരത്തിൽ പ്രവചനം നടത്തിയതെന്ന് മജീഷ്യൻ സുരേഷ് നാരായണനും പ്രതികരിച്ചു. ഇതിൽ മറ്റേ കൺകെട്ടോ അല്ല, എന്താ പറയണ്ടേ, ദിവ്യശക്തി ഒന്നുമില്ല. ഇത് പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു അവതരണമാണ്. ഇത് മൈൻഡ് റീഡിങ് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണിത്. പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബാബു കോട്ടപ്പാറ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.